ഹലോ ഗൈസ്, എല്ലാവർക്കും മിസ്റ്റർ അർജുൻ്റെ പുതിയൊരു സമയം നയിക്കാൻ നമ്മൾ മൈൻക്രാഫ്റ്റാണ് ഗൈസ്. നമ്മളിന്ന് സർവൈവൽ സീരീസാണ് തുടങ്ങുന്നത്. കുറേ നാളായി നമ്മളൊരു സർവൈവൽ സീരീസ് തുടങ്ങിയിട്ട്. എത്ര നാളായില്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത് വേണം ചീറ്റൊന്നും ഇടുന്നില്ല ഗൈസ്. ചീറ്റൊന്നും ഇടാന്ന് നമുക്ക് കളിക്കാം ഗൈസ്. നിങ്ങൾ കഴിഞ്ഞ എനിക്ക് എല്ലാ വീഡിയോത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഗൈസ്. താങ്ക് യു ഗൈസ്. ഇപ്പം എനിക്ക് 69 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗൈസ്. എല്ലാവരും കാണുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് കളിക്കാൻ തുടങ്ങാം. വന്ന് പെട്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത്. ഇനി നമുക്ക് നമ്മുടെ യൂഷ്വൽ പരിപാടി തുടങ്ങാം. അടുത്തുള്ള മരത്തോട്ടോടെ ഗൈസ് എത്രയും പെട്ടെന്ന് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം, അവിടെ സെറ്റ് ആവണം. പക്ഷേ അതായിരുന്നു നമ്മളെ പണ്ടത്തെ രീതി. നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കുറേ നേരം എടുത്തിട്ടാണ് ഞാൻ ഒരു വില്ലേജൊക്കെ കണ്ടുപിടിച്ച്. അതുകൊണ്ട് നമ്മളിപ്രാവശ്യം ആ പരിപാടിയില്ല, വേറെ പരിപാടി. ഇത് വലിയൊരു മരമാണെങ്കിൽ ഇതിങ്ങനെ പൊട്ടിക്കും, എന്നിട്ട് ആ മരം ഇങ്ങനെ എടുക്കും. ഇതെൻ്റെ ഞാനൊരു യൂട്യൂബർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഫസ്റ്റ് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ വേറെ ബ്ലോക്ക് വെക്കും. ഇതാണ് ഞാൻ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് എന്നറിയാൻ വേണ്ടി ഇതവിടെ വെച്ചു. കുറച്ച് വുഡ് കൊത്താം. ഓക്കെ, അത്രേ ഉള്ളൂ, സെറ്റ്. ഇനി നേരെ പോയി അപ്പുറത്തെ മരം കൂടെ കുത്തിയെടുക്കാം. പെട്ടെന്നൊരു വില്ലേജ് കിട്ടിയാൽ അത്രയും നല്ലത്. കട്ട് ചെയ്യുന്നു. നമ്മൾ 2 ട്രീ ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 40 ഇതുണ്ട്. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം, 12 സ്റ്റിക്ക് വേണം. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെക്കുന്നു, ഇത് വാങ്ങുന്നു. നമ്മൾ സൈഡിലുള്ള കേവിലോട്ട് പോകുന്നു. ഇത് ഡ്രിപ്പ് സ്റ്റോൺ കേവ് ആണല്ലോ. ഇപ്പം മൂക്കും കുത്തി താഴെ കടന്നേന്. നമുക്ക് ഒരു മൂലയ്ക്കുന്ന് പണി തുടങ്ങാം. ഓക്കെ, ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് സ്റ്റോൺ വേണം. രാത്രി ആവുന്നതിന് മുമ്പ് ഒരു ബെഡ് കിട്ടാനുള്ള മാക്സിമം പരിപാടി നോക്കണം. രാത്രി മണ്ണിൻ്റെ അടിയിൽ ഇരിക്കാൻ വയ്യ. ഓക്കെ, പതിനഞ്ചോ പോരാ, ഒരു 25 വേണം മാക്സിമം. നമ്മൾ ആദ്യമേ വുഡൻ സോഡ് ഉണ്ടാക്കാത്തത്, ഇനി അടുത്തത് ഇത് തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ ഇതെടുക്കുക പെട്ടെന്ന് തന്നെ. 30 ഇനി നമുക്ക് തിരിച്ചോ. ഫുഡും വേണം. ഷീപ്പ് നമുക്കിപ്പോൾ വാടി വെച്ച് അറിയാമെങ്കിൽ പോണ് നിൽക്കട അവിടെ. നമുക്ക് എങ്ങനെ പോയാലും ഓക്കെ. ഒരു ഷീപ്പായി, 2 ഷീപ്പിനെയും കൂടെ കിട്ടിയാൽ ജിങ്കലല്ല. ഉടനെ പോയി പെട്ടെന്നൊരു എൻ്റെ ക്രാഫ്റ്റ് ടേബിള് ഈ ഭാഗത്തെങ്ങാണ്ടായിട്ടല്ല ഞാൻ വെച്ചത്. ഇത് അതാ കിടക്കണം. നമുക്ക് പശുവിനൊന്നും വേണ്ട, നമുക്ക് ആകെ വേണ്ടത് ഒരു ഷീപ്പാണ്. ഷീപ്പിനെ കിട്ടിയ ജിങ്കലല്ല. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. ഇത് ഓക്കെ. ഇനി എൻ്റെ ഇൻവെൻറ്ററി ഒന്ന് അറേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അഡ്വഞ്ചർ ടൈം.
എവിടുന്നേലും ഒരു ഷീപ്പിനെ കിട്ടണം. ഷീപ്പിനെ കിട്ടിയാൽ സെറ്റാവും. വാ, അവിടെ കുറേ പൂവുണ്ടല്ലോ, കൊള്ളാലോ. സെറ്റ്, കുറേ പൂവൊക്കെ ഉണ്ട്. ഇതൊരു ഗാർഡൻ പോലത്തെ എന്തോ സംഭവമാണ് ഗൈസ്. കുറേ പൂ ഇങ്ങനെ നിരത്തി അങ്ങ് വെച്ചിട്ടുണ്ട്. അടുപ്പിച്ചങ്ങ് വെച്ചേക്കുക. പുലാവ പൂൾ, ബണ്ണീസ്. രണ്ട് മരം ഒരുമിച്ച് വളരുന്നു. ഒരു കുഞ്ഞി കേവ്. ഞാനിപ്പോൾ സ്റ്റാർ അടിച്ച് ചാവുമല്ലോ. ഇവിടെ തന്നെ ഒറ്റ ആനിമൽ കാണാനില്ലല്ലോ. പറഞ്ഞ് നാവിട്ടതാ നിൽക്കുന്നൊരു കവ്. നിക്കടാ അവിടെ. കുറേ നാളായി കഴിച്ചിട്ട്, അത് കാരണം കളിച്ചിട്ട് കുറച്ച് നാളായി. ഇനി നമുക്ക് വീണ്ടും എക്സ്പ്ലോറിന് പോവാം. ദൈവമേ, ഇത് കുറേ ഉണ്ടല്ലോ. എൻ്റെ ഇവിടുന്ന് ഇങ്ങനെ കയറി. നമ്മൾ പുറകിലോ. അടുത്ത ഷീപ്പ്. നിന്നെ ഞാൻ കറി വെക്കണം. ഗൈസ്, 2 ഊളായി ഗൈസ്. നോ, ഫുഡില്ല. അയ്യോ, ഫുഡ് വേണമല്ലോ. ഓട്. കളിക്കുന്നതിനിടയിൽ ഫുഡിൻ്റെ കാര്യം മറന്നു. ഇപ്പം റോ ഫ്രഷ് കഴിച്ചാലേ ഒന്ന് ഓടാൻ പോലും പറ്റത്തുള്ളൂ ഗൈസ്. ഫുഡ് സോഴ്സ് നമുക്ക് കുറച്ച് കവിനെയൊക്കെ കൊല്ലാം. അത് വിസയില്ല, അത്രേ ഉള്ളൂ. ഇതെന്തുവാ, ഇൻബിൽട്ട് ആണല്ലോ. ഇതൊഴിവോ. ദേ 2 ഷീപ്പ്. ഗൈസ്, നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള ഷീപ്പായി. ഒരെണ്ണം എക്സ്ട്രാ ഇരിക്കട്ടെ. നിക്കടാ അവിടെ. 2 കവ്. ഓക്കെ, അതും ഓക്കെ. കുറച്ച് ഫുഡുമായി, ഇതുമായി. ഒരു ബെഡായി. അതാണ് നമുക്ക് ആദ്യത്തെ ഗോള്, ബെഡായി. ഇനി നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോറർ. അടുത്ത ഷീപ്പ് കൊള്ളാലോ. അല്ലാത്ത ഇവിടെ ഒന്നും ഒറ്റ ഷീപ്പ് കാണില്ല. ഇവിടെ നിറച്ചുകൊണ്ട്. ഓക്കെ, ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ബെഡിൽ കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഐശ്വര്യമായിട്ട് കിടന്നുറങ്ങാം. ഇത് പിന്നെ എന്നാ ഓക്കെ, സെറ്റ്. നമ്മളങ്ങനെ ഐശ്വര്യമായിട്ട് കിടന്നുറങ്ങിയിരിക്കുന്നു. നമ്മുടെ ഡേ 1 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. അതിപ്പോൾ കുക്കായി വരും. നമുക്കതുവരെ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. ഇനി കുറേ ഫുഡ് സോഴ്സ് വേണം. ഫുഡില്ല, അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ഫുഡ് തന്നു. കുറച്ചൊപ്പിടത്ത് തിന്നാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ തീർന്നു. അയ്യോ, അതല്ല, ഫസ്റ്റ് ഡേ തീർന്നു. സെക്കൻഡ് നമുക്ക് കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. എല്ലാം വേണം. ഫുഡാണ് ഗൈസ് മെയിനായിട്ടും വേണ്ടത്. നമുക്ക് ഒട്ടും ഫുഡ് ഒരു ഇതാവാൻ പാടില്ല. ഫുഡ് നമുക്ക് അത്യാവശ്യം കുറേ വേണം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കണ എല്ലാ ഫുഡ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ.
ഈ ബെൻഡ് അങ്ങ് പൊട്ടിച്ചെടുക്കാം. അവിടെ എന്തെങ്കിലും ഓറ് കാണുമെന്ന് നോക്കാം ഗൈസ്. ഇപ്പം നല്ല ഓർസ് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഇവിടെ കോളുണ്ട് ഗൈസ്, നമുക്ക് കോൾ പോയി വാങ്ങിക്കാം. ഓക്കെ ശരിയായിട്ട് നമ്മുടെ കോൾ ബ്ലോക്ക് അങ്ങ് മൈൻഡ് ചെയ്യാം. കോൾ മൈൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ അതിൻ്റെ സൈഡിൽ കുറേ കോൾ കാണും. സെറ്റ്. എന്തോരം കോള്. നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ വേണം. കുറേ ഉണ്ടല്ലോ ഇത്. ഓക്കെ ഇപ്പം ഇത്രേ കിട്ടിയുള്ളൂ. നമുക്ക് തിരിച്ചു പോവാം ഗൈസ്. കുറേ ടോർച്ച് ഉണ്ടാക്കണം നമുക്ക്. ടോർച്ച് ഇതിൻ്റെ ഒരു പകുതി എടുത്ത് എനിക്ക് വേണം. ഇത് വെച്ച് എത്ര സ്റ്റിക്ക് ഉണ്ടാക്കാവോ ഇത്ര സ്റ്റിക്കും ഉണ്ടാക്കി ടോർച്ചും ഉണ്ടാക്കി പോകണം. നമുക്കിപ്പോൾ ഒരു 40 ഇത് മതി. ഇത് ഫുഡ് സെറ്റായോ? ഫുഡ് സെറ്റായി. ഇനി ഇതും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഫുഡിൻ്റെ കാര്യം നമ്മൾ അങ്ങ് ഇതാക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു ബേബി ഷീപ്പുണ്ട്. നമുക്ക് ഫുള്ള് കളിക്കണം ഗൈസ്. സെറ്റാക്കാം. ഇനി ഇതും പൊളിച്ചെടുത്തോണ്ട് പോവാം. ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ചെടുത്ത് ഓടിക്കോ. നമുക്ക് ഫുൾ ടൈം ഇനി അഡ്വഞ്ചേഴ്സാണ്. അഡ്വഞ്ചർ ടൈം. നമ്മൾ ഏത് ഡയറക്ഷനിൽ പോവും? നമുക്കൊരു വീട് പണിഞ്ഞാലോ? എല്ലാം കൺഫ്യൂഷനാണ് ഗായ്സ്. ഒരു വില്ലേജ് കിട്ടിയാൽ വളരെ നല്ലത്. ഫസ്റ്റ് നമുക്ക് കേവിനൊന്ന് പോയി നോക്കാം ഗൈസ്, സാധനങ്ങാനും കിട്ടിയാൽ. എന്തോരം ഗ്രാവൽ ബ്ലോക്കാണ് ഇപ്പോൾ താഴത്തോട്ട് പോയേ. അല്ല കുറേ ഒന്നുമില്ല. ഓയ് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ചാടി ഇറങ്ങി ഇവിടെ വന്ന്. ഹായ് ഗൈസ് അയൺ. ഇവിടെ 2 അയണേ ഉള്ളൂ. അത് വിഷയമില്ല. ഒയ്യോ താഴെ വമ്പൻ ആൾക്കാരാണ് ഗൈസ്. ആർമറില്ലാതെ അങ്ങോട്ട് കയറി ചെന്നാൽ മതി, തീർത്തു തരും ഗൈസ്. ഇനി മണ്ടക്കോട്ട് കയറി ചെല്ലാം. നമുക്ക് 2 അയൺ കിട്ടി ഗൈസ്. അത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഗൈസ്. നമ്മുടെ 2 അയൺ ഒന്ന് സ്മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി താഴെ മൈനിങ്ങിന് പോകണം ഗൈസ്. ഓക്കെ ഒരയണായി. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം ഗൈസ്. ഷീൽഡാണ് മെയിൻ. എടുത്ത് ഇതെടുത്ത് ക്രാഫ്റ്റിംഗ് അതെടുക്കുക. ഷീൽഡ് അങ്ങോട്ട് ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ ഷീൽഡ് ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് കണ്ട. അപ്പോൾ ഞാൻ ആദ്യം ഗെയിമിംഗ് സൈനിങ് ഔട്ട്.